നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധഭീതിയിൽ ബാരലിന് $120 വരെ കത്തിക്കയറിയ എണ്ണവില അതേ വേഗതയിൽ തിരിച്ചിറങ്ങുന്നത് കണ്ട് നിക്ഷേപകർ ഏഷ്യൻ റബ്ബർ അവധി വ്യാപാരത്തിലെ ബാധ്യതകൾ കുറയ്ക്കാൻ നീക്കം നടത്തി. ജപ്പാൻ ഒസാക്കയ്ക്ക് ഒപ്പം സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളിലും റബ്ബറിന് തളർച്ച നേരിട്ടു. ഇറാൻ പ്രശ്നം വൈകാതെ അവസാനിക്കുമെന്ന അമേരിക്കൻ വിലയിരുത്തൽ ക്രൂഡ് ഓയിലിനൊപ്പം കൃത്രിമ റബ്ബർ വിലയും കുറച്ചു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് 216 രൂപയിൽ വിപണനം നടന്നു. വിപണി തിരിച്ചു പിടിക്കാനൊരുങ്ങി കൊക്കോ. വിലയിൽ മാറ്റമില്ലാതെ നാളികേരം. യുദ്ധ പശ്ചാത്തലത്തിൽ കപ്പൽ ഗതാഗതത്തിലെ പ്രതിസന്ധി ആഗോള കൊക്കോ വിപണിയുടെ തിരിച്ചുവരവിന് അവസരം ഒരുക്കി. 10 മാസമായി കനത്ത വില തകർച്ചയെ അഭിമുഖീകരിച്ച ഈ ചോക്ലേറ്റ് ഭീമന്റെ മുഖത്ത് ഒടുവിൽ പുഞ്ചിരി വിടർന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ടണ്ണിന് $8,800 നീങ്ങിയ കൊക്കോ 2 ദിവസം മുന്നേ $2,800 വരെയും ഇടിഞ്ഞ അവസരത്തിലാണ് വിവിധ രാജ്യങ്ങളിലെ ഗ്രൈൻഡിംഗ് യൂണിറ്റുകൾക്ക് ആവശ്യമായ കൊക്കോ യഥാസമയം ഇറക്കുമതി നടക്കില്ലെന്ന വിവരം പുറത്തു വന്നത്. ഷിപ്പിംഗ് രംഗത്ത് ഉളവായ തടസ്സം ചോക്ലേറ്റ് വ്യവസായികളെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി ന്യൂയോർക്ക്, ലണ്ടൻ എക്സ്ചേഞ്ചുകളിൽ ഇടപാടുകാർ വിൽപ്പനകൾ തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിലാണ്. ഫണ്ടുകളുടെ ഷോർട്ട് കവറിങ്ങിൽ $3,323 കഴിഞ്ഞ രാത്രി കൊക്കോ തിരിച്ചുവരവ് കാഴ്ചവെച്ചു. $3,684 പ്രതിരോധം ഈ വാരം മറികടന്നാൽ കൊക്കോ കൂടുതൽ കരുത്ത് കാണിക്കാം. മധ്യകേരളത്തിൽ കൊക്കോ കിലോ 280 രൂപ മുതൽ 340 രൂപയിലാണ് ഇടപാടുകൾ നടക്കുന്നത്. കേരളത്തിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. അതേസമയം തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ ഇന്നും ഉയർന്നത് കണക്കിലെടുത്താൽ വരും ദിനങ്ങളിൽ പച്ചത്തേങ്ങയ്ക്ക് വ്യാവസായിക ഡിമാൻഡ് പ്രതീക്ഷിക്കാം. ഗ്രാമീണ മേഖലയിൽ കിലോ 45 രൂപ വരെയും താഴ്ന്ന് തേങ്ങയുടെ ഇടപാടുകൾ നടന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.